ഒരു വെറൈറ്റി ഡിഷ് പരിചയപ്പെടാം. നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ഡിഷാണ്. ഒരു 4 മണി പലഹാരം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ പീസ് ഉള്ളി അതും അരിഞ്ഞു വെച്ചത്, ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ ഹാഫ് അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത്. പിന്നെ ഇതിന് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് ബ്രെഡാണ്. പിന്നെ വേണ്ട സാധനം എന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി മിക്സ് ആക്കിയതാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ്, ബ്രെഡിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം. അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, ഉള്ളി, ക്യാരറ്റ്, ക്യാബേജ്, പച്ചമുളക്, പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിയും കൂടി മിക്സ് ചെയ്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യമായ മസാലകളൊക്കെ ആഡ് ചെയ്യാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് വെക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യമാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം. ഇതിപ്പോൾ മിക്സ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊരല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നോക്കി ആഡ് ചെയ്യണം, അധികം ആഡ് ചെയ്യരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ ചെറിയ ബോൾസാക്കി മാറ്റാം. ഇതുപോലെ ഓരോ ബോൾസാക്കി മാറ്റാം. അപ്പം ആ മസാല ഫുൾ എല്ലാം എടുത്തിട്ട് ഓരോ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം.
ആദ്യം നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്കിത് ഓരോ ബോൾസായിട്ട് ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമുക്കിതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടണമെങ്കിൽ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഇത് ഒരു സൈഡ് ആയതിന് ശേഷം മാത്രമേ അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് എല്ലാം കൂടി എണ്ണയിലേക്ക് പിടിക്കും. സോ ഒരു സൈഡ് ആയതിന് ശേഷം അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഒരു ലൈനിൽ